ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയിട്ട് എനിക്ക് വീട്ടിലിരിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഈ സൺഡേ ഒക്കെ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവരെ കാണുമ്പോൾ നല്ല കുശുമ്പും ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വല്ല സർക്കാർ ഉദ്യോഗസ്ഥമായിരുന്നെങ്കിൽ ഇതുപോലെ വീട്ടിലിരിക്കായിരുന്നു അല്ലേ. പഠിക്കാൻ വിട്ട കാലത്ത് കണ്ട മാവേലും കല്ലെറിഞ്ഞ് കനാലിലും ചാടിയൊക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു. വേണ്ട, ഞാൻ ആലോചിക്കുന്നില്ല. ഞാനതുകൊണ്ട് പൊക്കോളാം ജോലിക്ക്. സോ അമ്മ രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ട് ഇത് ആൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് വന്ന് പാത്രത്തിൽ അതൊക്കെ കോരിയിട്ട് അങ്ങ് പോയാൽ മതി. ഇങ്ങനെ ഞാൻ ചോറെടുക്കുവാണ്. എനിക്കൊരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവണം. കാരണം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് വരും. അവൻ 12:30 എത്തും. കറക്റ്റ് ഇവിടുന്ന് 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒരു മണി കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ലുലുവിലെത്തും. 1 മണിക്ക് എനിക്ക് പഞ്ച് ചെയ്യണം. എൻ്റെ ദൈവമേ, എന്തൊക്കെയായല്ലേ ഒരു ദിവസം പോകണമെങ്കിൽ. ഈ ജോലിയൊക്കെ ആരെ കണ്ടുപിടിച്ചത്? വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നാനായിട്ട് കാരണവന്മാർ വല്ലതും ഉണ്ടാക്കിയിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ചട്നി ഇരുത്ത് മണപ്പിച്ച് നോക്കി. അപ്പം തന്നെ ഇത്തിരി ചോറങ്ങ് തിന്നാലോ എന്ന് വിചാരിച്ച് വേണ്ട. പിന്നെ ബീട്രൂട്ട് തോരനുണ്ട് ഗൈസ്. ബീട്രൂട്ട് തോരൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോയാലും ബീട്രൂട്ട് മസ്റ്റ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ബീട്രൂട്ട് ഇട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ബീട്രൂട്ടും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇഡ്ഡലി മാവിനകത്ത് ഇട്ട് ഇഡ്ഡലി. അടുത്തത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ബീട്രൂട്ട് തോരനും തക്കാളി ചട്നിയും. ഞാൻ എന്താ പറഞ്ഞ്? തക്കാളി ചട്നി, എനിക്ക് വയ്യ. തക്കാളി ചട്നി ഓക്കെ. തിരിഞ്ഞു പോയി ഗൈസ്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാനൊന്നും വയ്യ. ഞാൻ സത്യം പറഞ്ഞാൽ അത് വന്നു പോയി. ഇനി അത് ബാക്ക് പോയി കട്ട് ചെയ്യാനൊന്നും വയ്യ. വാവ്, നല്ല സൂപ്പർ അച്ചാർ. നമുക്ക് അച്ചാറിനെ പറ്റി സംസാരിക്കാം. ചട്നി വിട്ടേക്കും. നല്ല അടിപൊളി അച്ചാറാണ്. എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്ന മാങ്ങ വെച്ചിട്ട് അമ്മ ഇട്ട അച്ചാറാണ്. അച്ചാർ ഞാൻ ഇത്തിരി ഏറെ എടുക്കും. കാരണം എന്താണെന്നറിയാം, എൻ്റെ കൂടെ ഒരുത്തിയുണ്ട്. അവളാണെങ്കിൽ എൻ്റെ പാത്രം തുറക്കുമ്പോഴേ ആദ്യം അച്ചാർ കൈയിട്ട് വരും. സോ അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അച്ചാർ ഇത്തിരി കൂടുതലെടുത്ത് വെക്കും. കണ്ട സൂപ്പറല്ലേ? അവിടെ ചെന്ന് വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുമ്പോൾ ഈ പാത്രം തുറക്കുമ്പോഴേ പാതി വിശപ്പങ്ങ് പോവും. അല്ല, വിശപ്പ് പോകുമെന്നല്ല, അപ്പോൾ ഒരു സുഖമാണ് ആ മണമൊക്കെ അടിക്കുമ്പോഴത്തേക്ക്. പിന്നെ വിശപ്പ് പോയിട്ട് പിന്നെ അത് പരവേശമായിട്ട് പിന്നെ പെട്ടെന്ന് തിന്ന് തീർക്കും. സോ ഇനിയിപ്പോൾ ഇതെല്ലാം പെറുക്കി കെട്ടി അടുക്കി വെച്ച് ഡ്രസ്സും മാറി ചടപടീന്ന് ഒരുങ്ങണം. ഇപ്പം തന്നെ സമയം ഏകദേശം പോയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഇതാ വരുന്നു. അപ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഫോട്ടോയും പൂവും ടെഡി ബിയറും മതി നോക്കിയത്. ഇനി എന്നെ നോക്കിയാൽ മതി. ഇതാ ഞാൻ എത്തി. ഇനിയിപ്പം ഇതെന്ത് ക്യാമറ കാണുന്നില്ലല്ലോ. ഇപ്പം കാണാമല്ലോ അല്ലേ? കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇച്ചിരി കൂടെ ചരിച്ച് വെക്കാം അല്ലേ? ഇച്ചിരി കൂടെ കുറച്ച് ഇപ്പം കാണാമല്ലോ. ഞാൻ എന്തോ സാധനം എടുക്കാൻ മറന്നു. എന്തോ ഞാൻ തപ്പുകയാണ് ഗൈസ്. പക്ഷെ ഞാൻ അത് എവിടെ വെച്ചു എന്നാണ് എനിക്കറിയാൻ വയ്യാത്ത. എന്തൊരു ഒരു സാധനം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. എൻ്റെ എന്തോ മേക്കപ്പ് ഐറ്റംസാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യുന്നു എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുകയാണ് കേട്ടോ. സത്യം പറഞ്ഞ് ഞാൻ ക്യാമറ അവിടെ വെച്ചിരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ എന്തോ ആലോചിച്ച് ഞാൻ എന്തോ തപ്പിക്കൊണ്ട് നിൽക്കുവാണ്, വട്ടം അടിക്കുവാണ് അവിടെ കിടന്നിട്ട്. ഇല്ല, ഇതാ തിരിച്ചു വന്നു. പിന്നെയും തിരിച്ചു വന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പക്ഷെ എനിക്ക് വയ്യ ഗൈസ്, കട്ട് ചെയ്യാനൊന്നും വയ്യ. എഡിറ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര മടിയുള്ള കാര്യമാണ്. വീഡിയോ എടുക്കുന്നവർക്കറിയാം. ഈ എഡിറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ ചെയ്യണത് ഭയങ്കര പണിയുള്ളൊരു കാര്യമാണിത്. തട്ടിക്കൂട്ട് ഒരുക്കുവാണ്. സൺസ്ക്രീനാണ് വാരി പൊത്താൻ പോകുന്നത്. വെയിലത്താണ് പോണത്. സോ അത് മാത്രം ഇടും, കുറച്ച് സൺസ്ക്രീൻ അങ്ങ് നല്ല രീതിയിലിടും. എന്തോ വെയിലാണെന്നറിയാമോ? പൊരിഞ്ഞ വെയിലാണ്. എൻ്റെ കൈ കണ്ടാൽ അറിയാം. ബൈക്ക് ഓടിക്കുന്നവർക്കും അറിയാം. നമ്മുടെ സ്കിന്നിൻ്റെ കളറും കൈയിൻ്റെ കളറും ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. മുഖത്ത് പിന്നെ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് അത്രയും ടാൻ അടിക്കത്തില്ല. പക്ഷേ കൈയും സോക്സൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ കാലും
നല്ല രീതിയിൽ ടാൻ അടിക്കും. സോ വണ്ടിയിലൊക്കെ പോണ ആൾക്കാർ ഗ്ലൗസൊക്കെ ഇട്ട് വേണം പോവാൻ ഈ പൊരിഞ്ഞ വെയിലത്ത്. ഞാൻ ഇടാറില്ല, എനിക്ക് മടിയായതുകൊണ്ട്. കുറേ കണ്ണും വരയ്ക്കണം. കണ്ണ് വരച്ചില്ലെങ്കിൽ എന്തോ പോലെ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഒരു ഫീലായിരിക്കും അവിടെ ചെന്ന് കയറുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇത്തിരി ലിപ്സ്റ്റിക്ക് വിട്ട് കണ്ണും വരച്ച് കഴിയുമ്പോഴത്തേക്ക് ചുന്ദരി കുട്ടിയാവും. എന്നിട്ടൊരു പോക്കങ്ങ് പോവും. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ഗൈസ് എവിടെയെങ്കിലും പോകാൻ നേരത്തെ? അതോ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വട്ടിത്തരങ്ങളൊക്കെ കാണിക്കാറ്? പിള്ളേച്ചനായോ ഞാൻ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ആയെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ മതി. ഇച്ചിരി മസ്കാരയും കൂടി ഇട്ട് കൊടുക്കാം. പീലിയൊക്കെ അങ്ങോട്ട് വിടർന്നിരിക്കട്ടെ, വിടർന്ന്. 4 ആൾ കൂടുന്ന സ്ഥലത്തോട്ടല്ലേ പോകുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവിടെ ഇരിക്കുമ്പോൾ ഇത് സൂപ്പർ. അവിടെ ചെന്ന് ലുലുവിൽ കയറുമ്പോൾ കർത്താവേ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ കോലത്തിൽ വന്നത്. ചില സമയത്ത് അതുവഴി നടക്കുന്നത് മുടിയും ചെയ്യാതെ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും മിക്കവരും നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന്. മുടി ഞാൻ വെളിയിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ? മുടിയിൽ നിന്ന് തലേന്ന് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്. സോ അകത്തിരുന്ന് ചീവി കഴിഞ്ഞാൽ ഫുള്ള് മുടി അവിടെയൊക്കെ പൊഴിഞ്ഞ് പണ്ടാരം അടങ്ങി കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ വെളി വന്നിരുന്ന് മുടിയൊക്കെ ചീവി സാവധാനം ചീവി 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 നോക്കുക ഗൈസ്. മുടിയുടെ ഉള്ളൊക്കെ പോയി. ഇപ്പം 4, 3, 7 മുടി മാത്രമേ ഉള്ളൂ. എന്തൊരു കഷ്ടമായത്. പ്രായമായി വരുംതോറും മുടിയൊക്കെ കൊഴിഞ്ഞ് മുട്ടയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്ക് കണ്ടോ, വലിച്ച് പറിച്ച് കളയുന്നുണ്ടോ? പിന്നെ കാർക്കൂന്തലങ്ങ് തിരിച്ച് ഇങ്ങനെ മേളിലോട്ടിട്ടിട്ട് ഒന്നുമില്ല അതിനകത്ത്, മുടിയില്ല. നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട് എൻ്റെ. നിങ്ങളുടെ മുടിയൊക്കെ പൊഴിയുന്നുണ്ടോ? മുടി പൊഴിയാതിരിക്കാൻ വല്ല ടിപ്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ ഇത് ഇരിക്കുന്നതാണ് എൻ്റെ വണ്ടി കേട്ടോ. അതുകൊണ്ട് ആ ബ്ലൂ ആൻഡ് സിൽവർ അതാണ് എൻ്റെ വണ്ടി. അതായതുകൊണ്ടാണ് ഞാൻ ഡെയിലി അതിനകത്ത് പോവാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഷൂസ് ഇടണം. ഷൂസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ബാഗിനകത്ത് സാധനം എല്ലാം വാരിപ്പറക്കി വെക്കണം, പോകണം. അപ്പോഴത്തേക്ക് അവനിങ്ങി വരും. ഇന്ന് അവൻ വരുമ്പോഴത്തേക്ക് നൈസായിട്ട് അവൻ്റെ വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ. അവൻ കണ്ടാൽ എന്നെ ഓടിക്കും. അവൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ ക്യാമറയ്ക്ക് ഫേസ് തരത്തില്ല. അവൻ പാത്തിരുന്ന് അവൻ്റെ വീഡിയോ എടുക്കാം. പാത്തിരുന്ന് എടുക്കാനും പറ്റത്തില്ല. ഞാൻ ആ ഫ്രണ്ടിൽ വെക്കാം. അവൻ എന്തായാലും അതിനകത്ത് വന്ന് ആ വലയിൽ വന്ന് അവൻ വീഴും. അതെനിക്ക് ഉറപ്പാണ്. സമയം എന്തേ 12:22 ഗൈസ്. ഇനി കുറച്ച് ടൈമും കൂടി ഉള്ളൂ. നമുക്ക് കുറച്ച് സ്പീഡപ്പ് ആക്കാം. സാധനങ്ങളെല്ലാം പെറുക്കി ഇടാം. ഇതെല്ലാം എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഗൈസ്. ഇനി അവിടെ ചെന്നിട്ടൊരു മേക്കപ്പ് ഉണ്ട്. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മേക്കപ്പിന് ശേഷമായിരിക്കും പിന്നെ ഫ്ലോറിലോട്ട് ഇറങ്ങുന്നത്, ഞാനും അവളും കൂടെ. ഇത് ബോഡി വൈസിൻ്റെ ഗമ്മാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ മുടി പൊഴിയണ ഇഷ്യൂ ഉണ്ടെന്ന്. അത് കാരണം വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നോർമൽ ആവുന്നുണ്ട്. അത് കാരണം ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മുടിയെല്ലാം ഒന്ന് വാരിപ്പറയ്ക്കാമെന്ന് ക്ലിപ്പ് ഇട്ട് പെട്ടെന്ന് തന്നെ പോകണം നമുക്ക്. എന്നിട്ട് നമുക്ക് ഓടിപ്പോയി അവൻ്റെ വീഡിയോ എടുക്കാം. അവൻ വരണത് കണ്ട ഞാൻ വന്നപ്പോൾ സ്റ്റാൻഡ് ഞാൻ എവിടെ വെച്ചേക്കുമായിരുന്നു, ക്യാമറ അവിടെ വെച്ചേക്കും. അത് കണ്ടിട്ട് നൈസാണ് പോകുന്നുണ്ടോ? പാവം, പോട്ടെ, പാവമല്ലേ. സമയം പോയി. ഇനി ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ എന്നെ ഓടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി നേരെ ഇനി വിട്ടടിച്ച പോലെ ലുലു മാൾ. ഇതാണ് ഞങ്ങളുടെ സ്ഥലമൊക്കെ. പിന്നെ വലിയ ഗട്ടറൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നിങ്ങൾ വിട്ടടിച്ചങ്ങ് പോവാങ്ങ്. കുറച്ച് നല്ല സ്പീഡിലാണ് പോണത് കേട്ടോ. എയർ കമാൻഡ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ എഴുതി. എൻഫോഴ്സസിൻ്റെ റോഡാണ് ഇത്. ഈ റോഡ് വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ നമ്മൾ വേറെ റോഡ് വഴിയാണ് വരുന്നത്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇതുവഴി പോകുന്നത് ഇത്തിരി എളുപ്പമാണെന്ന് തോന്നുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല സ്പീഡിലാണ് പോണത്. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി സ്പീഡ് ട്രാക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ചാടി പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇത്രയും സ്പീഡിലല്ല പോകുന്നത്, കുറച്ച് സ്പീഡ് കുറവാണ്. അങ്ങോട്ട് മാറടാ. അതിനിടയിൽ കൂടെ ഒക്കെ അവൻ കയറി കേട്ടോ. സമയം 1 മണിക്ക് അവന് ചെന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടതോ ആ കാണുന്നതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് പാർക്കിംഗ്. ഈ കുരുക്കാത്ത വെയിലത്താണ് വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഈ ധൃതി വെച്ച് വരുമ്പം പിന്നെ ID കാർഡൊക്കെ കാണിച്ചിട്ട് വേണം കയറാൻ. കണ്ടില്ലേ പാവം പിടിച്ച സ്റ്റാഫുകളുടെ വണ്ടികളിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. പിന്നെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ ഇവിടെ കൊണ്ടുവന്ന് വെയിലത്ത് വെക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതും ഒരു കാരണമാണ്. ഇത്രയും വണ്ടികളുണ്ട്. ഇവിടെ വല്ല ഷെഡും അടിച്ച് തന്നിരുന്നെങ്കിൽ വെയിൽ കൊള്ളാതെങ്കിൽ ഈ വണ്ടി വെക്കാമെന്ന് എപ്പോഴും വിചാരിക്കും.
യൂസഫ് അലി അങ്കിൾ എന്തെങ്കിലും സ്റ്റാഫിനും അത് ഒരു പാർക്കിംഗ് ഫ്രീ ആയിട്ട് സംഘടിപ്പിച്ച് തന്നിരുന്നെങ്കിൽ. ഇങ്ങനെ കാര്യം പറഞ്ഞ് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ ലുലുവിനകത്തേക്ക് കയറിയിരിക്കുന്നു. എല്ലാവരും ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. ഞാൻ സ്പീഡിലാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ അതാ ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. തുറക്കൂ സീസി, തുറക്കൂ. ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇനി ഇവിടുന്ന് ഇനി മന്ദം നടന്ന് എസ്പാൻഷെ സിവാമി, അതാണ് എൻ്റെ സ്റ്റോർ കേട്ടോ, സിവാമി. ദാറ്റ്സ് മൈ സ്റ്റോർ. സോ ഗായ്സ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ സ്റ്റോറിൽ കയറണം, ഡ്യൂട്ടി തുടങ്ങണം. 10 മണി വരെ ജോലിയായിരിക്കും. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ്. സോ വീണ്ടും സന്ധിക്കും വരെ ടാറ്റ ബൈ ബൈ, സീ യു.